കോവിഡ്-19 വന്നപ്പോൾ വാക്സിൻ എടുക്കാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. കുറഞ്ഞത് ഒരു വാക്സിനെങ്കിലും എടുത്തവരുണ്ട്. എന്നാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് പാർശ്വഫലങ്ങളുണ്ടെന്ന്. ബ്രിട്ടീഷ് മരുന്ന് കമ്പനിയായ ആസ്ട്രാസെനഗയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിലാണ് ആസ്ട്രാസെനഗ കമ്പനി സമ്മതിച്ചത്. കോവിഡ് കാലത്ത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ചാണ് ആസ്ട്രാസെനക് വാക്സിൻ വികസിപ്പിച്ചത്. ഇത് ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിൽ വിതരണം ചെയ്തത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വാക്സിൻ നിരവധി മരണങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമായെന്ന അവകാശവാദത്തെ തുടർന്നാണ് ആസ്ട്രാസെനക് ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ കേസ് നേരിടുന്നത്. 51 കേസുകളിൽ ഇരകൾ 10 കോടി പൗണ്ടാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായ തകരാറുണ്ടായി എന്ന് പറഞ്ഞ് 2021 ഏപ്രിൽ ജെയ്മി സ്കോട്ട് എന്നയാളാണ് കേസിന് തുടക്കമിട്ടത്. രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമാണ് ബാധിച്ചത്. അപൂർവം സന്ദർഭങ്ങളിൽ കോവിഷീൽഡ് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമിനും ഇടയാക്കുമെന്നും രേഖകളിൽ ആസ്ട്രാസെനഗ സമ്മതിച്ചു. സുരക്ഷാ ആശങ്കയെ തുടർന്ന് ആസ്ട്രാസെനഗ ഓക്സ്ഫോർഡ് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിച്ചുമിരുന്നു. എന്നാൽ കോവിഡ് വാക്സിനായ കോവിഷീൽഡ് പാർശ്വഫലങ്ങൾക്ക് കാരണമാവുമെന്ന് നിർമ്മാതാക്കളെ ആസ്ട്രാസെനക് ബ്രിട്ടീഷ് കോടതിയിൽ സമ്മതിച്ചെന്ന വാർത്ത വലിയ ആശങ്കകൾക്കാണ് കാരണമാകുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത് അംഗീകരിക്കാൻ കമ്പനി തയ്യാറായിരുന്നില്ല. ഇത്തരം തകരാറുകൾ വാക്സിൻ മൂലമാണെന്ന് തങ്ങൾ കരുതുന്നില്ലായിരുന്നു എന്നായിരുന്നു കമ്പനിയുടെ അഭിഭാഷകർ ഉൾപ്പെടെ കോടതിയെ അറിയിച്ചത്. എന്നാൽ ഒരു വർഷത്തിന് ശേഷം അവർ ഇപ്പോൾ ഇത് അംഗീകരിച്ചതോടെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളാണ് ആശങ്കയിലായിരുന്നിരിക്കുന്നത്. വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ വാക്സിൻ രക്തം കട്ടപിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും കാരണമാകുമെന്നായിരുന്നു കമ്പനി സമ്മതിച്ചത്. അതേസമയം ആസ്ട്രാസെനഗ നിർമ്മിച്ച വാക്സിനുകൾ ഇനി UK ഉപയോഗിക്കുന്നില്ലെന്നാണ് ആരോഗ്യ വൃത്തങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയും മറ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളും കോവിഷീൽഡിന്റെ പേരിലാണ് ഈ വാക്സിൻ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തത്. ആഗോളതലത്തിൽ തന്നെ കോടിക്കണക്കിന് പേരാണ് ആസ്ട്രാസെനഗയുടെ വാക്സിൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത വലിയ ആശങ്കകൾക്കാണ് വഴിയൊരുക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോട്ട് 24.